പ്രിയരെ, സെൻവീന സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവ് പോലെ നമുക്ക് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമായിരുന്നു. ഞാൻ ഇന്ന് പൊതിച്ചോറ് കൊടുത്തത് പരുമലയിലായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ 2000 വർഷങ്ങൾക്കിപ്പുറം ലോകം ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു കഥയുണ്ട്. നല്ല ശമരിയക്കാരൻ്റെ കഥ. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് സ്നേഹത്തിലൂടെ മറുപടി നൽകിയ ആ ചരിത്രം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരിക്കൽ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആ വിജനമായ പാതയിൽ വെച്ച് അയാൾ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അയാളെ ക്രൂരമായി മർദ്ദിക്കുകയും കയ്യിലുള്ളതെല്ലാം അപഹരിക്കുകയും ചെയ്തു. ജീവൻ പോലും അപകടത്തിലായ അവസ്ഥയിൽ അയാളെ വഴിയരികിൽ ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ വഴി ഒരു പുരോഹിതൻ വന്നു. മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടെങ്കിലും അയാൾ വഴി മാറി നടന്നുപോയി. പിന്നീട് ആ വഴി വന്ന് ഒരു ലേവ്യനും അയാളെ സഹായിക്കാൻ തയ്യാറാകാതെ ദൂരത്തുകൂടി കടന്നുപോയി. സഹായത്തിനായി നീട്ടിയ കൈകൾ ആരും കണ്ടില്ല. എന്നാൽ ആ വഴി വന്ന ഒരു ശമരിയക്കാരൻ ഇയാളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. ശമരിയക്കാരും യഹൂദന്മാരും തമ്മിൽ അക്കാലത്ത് വലിയ ചേർച്ചയിലായിരുന്നില്ല. എങ്കിലും അതൊന്നും നോക്കാതെ അയാൾ ആ മനുഷ്യന്റെ അടുത്തെത്തി മുറിവുകളിൽ എണ്ണയും വീഞ്ഞും ഒഴിച്ച് വെച്ച് കെട്ടി തൻ്റെ വാഹനത്തിൽ കയറ്റി അടുത്തുള്ള ഒരു സത്രത്തിൽ എത്തിച്ചു. അടുത്ത ദിവസം യാത്ര തിരിക്കുമ്പോൾ സത്രക്കാരന് പണം നൽകിയിട്ട് അയാൾ പറഞ്ഞു, ഇദ്ദേഹത്തെ നോക്കിക്കൊള്ളണം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ നൽകിക്കൊള്ളാം. തൻ്റെ ജാതിയോ മതമോ നോക്കാതെ അപകടത്തിൽപ്പെട്ടവനെ സഹായിച്ച ആ ശമരിയക്കാരനാണ് യഥാർത്ഥ അയൽക്കാരൻ. നമ്മുടെ സഹായം ആവശ്യമുള്ളവരാണ് നമ്മുടെ യഥാർത്ഥ അയൽക്കാർ. ഈ ചെറിയ കഥ നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിക്കുക. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് 2000 വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ആ മറുപടി ഇന്നും പ്രസക്തമാണ്. സഹായം ആവശ്യമുള്ളവൻ ആരോ അവനാണ് നമ്മുടെ അയൽക്കാരൻ. ആ മതിൽക്കെട്ടുകൾ തകർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പുതിയ ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.